ഹരിയാനയിലെ ഹിസാറിൽ ടെന്നീസ് താരമായ മകളെ കൊലപ്പെടുത്തിയതിൽ കുറ്റം സമ്മതിച്ച് പിതാവ്. മകളെ വെടിവെച്ചത് അടുക്കളയിൽ പാചകം ചെയ്യുന്ന സമയത്ത്. മകളുടെ ഇൻസ്റ്റഗ്രാം റീലുകളും അടുത്തിടെ പുറത്തിറങ്ങിയ മ്യൂസിക് ആൽബവും പ്രകോപന കാരണമായി. അജീഷ് ജയകുമാർ വീണ്ടും ചേരുന്നുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. അജീഷ്, വിവരങ്ങൾ. ഉന്മേഷ്, എന്തായാലും അത്യധികം നടക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു ഇന്നലെ ഹരിയാനയിലെ ഹിസാറിൽ നടന്നത്. ഈ ഗുരുഗ്രാമിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. അതായത് ഇന്നലെ രാവിലെ 10:30ക്കാണ് ഈ കൊലപാതകം നടന്നത്. അച്ഛൻ മകളെ വെടിവെച്ച് കൊന്നുവെന്നായിരുന്നു ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു വിവരം പുറത്തു വന്നത്. അതിനുശേഷം ആദ്യം ചില കാരണങ്ങളൊക്കെ പറഞ്ഞിരുന്നെങ്കിലും യഥാർത്ഥ കാരണം എന്താണെന്ന് പിന്നീടാണ് ചോദ്യം ചെയ്യലിലാണ് വ്യക്തമായത്. ഇപ്പോൾ ഈ അച്ഛൻ ദീപക് യാദവ്, 49-കാരനായ ദീപക് യാദവ് ചോദ്യം ചെയ്യലിൽ പറഞ്ഞത് താൻ തന്നെയാണ് മകളെ കൊലപ്പെടുത്തിയത്. അതിന് കാരണമായി പറയുന്നത് മകളുമായിട്ട് കുറെ മാസങ്ങളായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനം 25-കാരിയായ രാധിക യാദവ് സ്വന്തമായി ടെന്നീസ് അക്കാദമി നടത്തിയിരുന്നു. അതിൽ നല്ല വരുമാനവും ഉണ്ടായിരുന്നു. ഒരു സംസ്ഥാനതല ടെന്നീസ് പ്ലെയർ കൂടിയായിരുന്നു ഈ രാധിക യാദവ്. മാത്രമല്ല, കുറച്ച് മാസങ്ങൾക്ക് മുന്നേ രാധിക യാദവിന് ഈ ടെന്നീസ് കളിക്കുന്നതിനിടയിൽ ചെറിയൊരു പരിക്ക് പറ്റിയിരുന്നു. അതിനുശേഷം കോച്ചിങ്ങിലായിരുന്നു ഈ പെൺകുട്ടി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതുകൊണ്ട് തന്നെ കൂടുതൽ കുട്ടികൾ ഈ രാധിക യാദവിന്റെ ടെന്നീസ് അക്കാദമിയിൽ കളിക്കാൻ വന്ന് അങ്ങനെ കൂടുതൽ വരുമാനവും കിട്ടിയിരുന്നു. അങ്ങനെ ഈ നാട്ടുകാർ ചിലർ, പ്രത്യേകിച്ച് ഇവരുടെ കുടുംബം ഈ വസുരംഗ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവരുടെ കുടുംബ വീടിരുന്നത്. അവിടുത്തെ നാട്ടുകാർ പലരും ഈ ദീപക് യാദവിനെ പരിഹസിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ മകളുടെ ചെലവിലാണ് ജീവിക്കുന്നത് എന്ന തരത്തിൽ പരിഹസിച്ചിരുന്നു. ഇത് വലിയ രീതിയിൽ പ്രകോപനമായിരുന്നു. അതിനെ ചൊല്ലി ഈ ടെന്നീസ് അക്കാദമി അടയ്ക്കണമെന്ന് ഈ മകളോട് ഈ അച്ഛൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ മകൾ അതിന് തയ്യാറായില്ല. കൂടാതെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും സജീവമാണ് ഈ പെൺകുട്ടി. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഈ ഒരു മ്യൂസിക് ആൽബം വീഡിയോയും ഷൂട്ട് ചെയ്തിരുന്നു. അതിൽ ഒരു സുഹൃത്തുമായിട്ട് അടുത്തിടപഴകുന്ന ചില സീനുകളൊക്കെ ഉണ്ട്. ഇത് സോഷ്യൽ മീഡിയയിൽ തന്നെ രാധിക യാദവ് തന്നെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിനെ ചൊല്ലിയും വലിയ തർക്കങ്ങളുണ്ടായി. മാത്രമല്ല, ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്യണമെന്നും അച്ഛൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇതിന് തയ്യാറാവാത്തതോടെയാണ് സ്വന്തം ലൈസൻസ് ഉള്ള റിവോൾവറിൽ നിന്ന് മകളെ വെടിവെച്ച് കൊന്നത്. ഇന്നലെ 10:30ക്കായിരുന്നു സംഭവം. അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കൊലപാതകം നടന്നത്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്.